കൺവേർഷൻ ഓഫ് എ ഡി എഫ് എ ടു റെഗുലർ എക്സ്പ്രഷൻ. ഇത് ചെയ്യുന്നത് ആർഡൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ആ തിയറം എന്ന് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു റെഗുലർ എക്സ്പ്രഷൻ ഓവർ ആൽഫബറ്റ് സിഗ്മ. ഇഫ് പി ഡസ് നോട്ട് കണ്ടെയ്ൻ എം ടി, that means epsilon, then R is equal to Q plus RP has a unique solution given by R is equal to QP star. പ്രോബ്ലം ചെയ്താൽ മാത്രമാണ് ഇത് മനസ്സിലാവുള്ളൂ. അതായത് രണ്ട് റെഗുലർ എക്സ്പ്രഷൻ പിയും ക്യൂവും ഉണ്ട്. അതിൽ പിക്കകത്ത് എം ടി സ്ട്രിങ് ഇല്ല, എപ്സിലോൺ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി എന്ന് കാണുന്ന സ്ഥലത്ത് നമുക്ക് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ എന്ന് എഴുതാൻ പറ്റും. ഇത് വെറുതെ അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ ഒരു അൽഗോരിതം നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യൂ ഐ ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. ഒരു എൻ സ്റ്റേറ്റ് ഉണ്ട്, ക്യൂ വൺ ക്യൂ ടു എക്സെട്ര ക്യൂ എൻ. ദ ഫൈനൽ സ്റ്റേറ്റ് ആര് വേണമെങ്കിലാകാം, ക്യൂ ഐയും ആകാം, വേറെ ആര് വേണമെങ്കിലും. അപ്പോൾ ക്യൂ ജെ എന്ന് വിളിക്കാം നമുക്ക്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ലെറ്റ് എ ഐ ജെ റെപ്രസെൻറ്റ്സ് ദ ട്രാൻസിഷൻ ഫ്രം ക്യൂ ഐ ടു ക്യൂ ജെ. കാൽക്കുലേറ്റ് ക്യൂ ജെ സച്ച് ദാറ്റ് ക്യൂ ജെ ഈക്വൽ ടു എ ഐ ജെ ക്യൂ ഐ. ഈ ക്യൂ ജെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ക്യൂ ജെ ഈക്വൽ ടു എ ഐ ജെ ക്യൂ ഐ പ്ലസ് എപ്സിലോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റെപ്പ്. ക്യൂ ജെ ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ക്യൂ ജെ ഇസ് ഈക്വൽ ടു എ ജെ ക്യൂ ഐ പ്ലസ് എപ്സിലോൺ. നമ്മൾ ഈ റെഗുലർ എക്സ്പ്രഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. നമ്മളിങ്ങനെ ഈ അൽഗോരിതം ഉപയോഗിച്ച് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ, ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് കിട്ടുന്ന എക്സ്പ്രഷനാണ് നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് റെഗുലർ എക്സ്പ്രഷൻ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ഫൈനൽ സ്റ്റേറ്റ്സിൻ്റെയും കണ്ടെത്തിയതിന് ശേഷം അവരുടെ ജോയിൻ എടുക്കും. എന്ന് പറഞ്ഞാൽ സപ്പോസ് രണ്ട് ഫൈനൽ സ്റ്റേറ്റ് ഉണ്ട്, അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് എയും ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് എയും ബിയും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് റെഗുലർ എക്സ്പ്രഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഗിവൺ ഡി എഫ് ഐസ് ആർ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതും. ആദ്യം ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിലൊരു ഫോർമുല വേണം. സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു സോഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ്. അതാണ് നമ്മൾ എഴുതിയത്. ക്യൂ ജെ ഈക്വൽ ടു എ ഐ ജെ ക്യൂ ഐ എന്ന് എഴുതിയിരിക്കുന്നത്. സോഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ്. അപ്പോൾ ഒന്നിൽ കൂടുതലും ഇൻപുട്ട് വരുന്നുണ്ടെങ്കിൽ പ്ലസ് ഇട്ടിട്ട് വീണ്ടും അത് എഴുതുക. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എക്സാമ്പിൾ നോക്കാം. കൺസ്ട്രക്ട് ദ റെഗുലർ എക്സ്പ്രഷൻ ഫ്രം ഡി എഫ് എ. ക്യൂ വൺ ക്യൂ ടു രണ്ട് സ്റ്റേറ്റാണ്. അതിൽ ക്യൂ ടു ആണ് ഫൈനൽ സ്റ്റേറ്റ്, ക്യൂ വൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റാർട്ട് സിമ്പിൾ ആരോ മാർക്ക് ഉണ്ട്. ക്യൂ വണ്ണിൽ ഒരു ലൂപ്പ് ഇട്ട് എ എഴുതിയിരിക്കുന്നു. പിന്നെ ആരോ മാർക്ക് ക്യൂ വണ്ണിൽ നിന്ന് ക്യൂ ടുവിലേക്ക് ബി ആണ് ഇൻപുട്ട്. ക്യൂ ടുവിൽ ഒരു ലൂപ്പ് ഉണ്ട്, അവിടെ ബി ആണ്. പിന്നെ വേറൊരു സ്റ്റേറ്റ് ക്യൂ ത്രീ ഉണ്ട്, അത് ഫൈനൽ സ്റ്റേറ്റ് അല്ല. ക്യൂ ടുവിൽ നിന്ന് ക്യൂ ത്രീയിലേക്ക് എ. നമുക്കപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആരൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഒരു ഫൈനൽ സ്റ്റേറ്റ് ഉള്ളൂ, ക്യൂ ടു. അപ്പോൾ ക്യൂ ടു ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ ഈ ആർഡൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ക്യൂ ടു ഈസ് ഈക്വൽ ടു എന്ന് സ്റ്റാർട്ട് ചെയ്തു. ക്യൂ ടു ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ടേബിളിൽ എഴുതിയിരിക്കുന്ന ഫോർമുല ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ഈക്വൽ ടു സോഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ്. അപ്പോൾ ഈ ഇൻപുട്ട് ബി ആണ് ക്യൂ ടുവിലേക്ക് വരുന്നത്. പിന്നെ അത് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ക്യൂ വണ്ണിൽ നിന്ന് വരുന്നുണ്ട്, ക്യൂ ടുവിൽ നിന്ന് തന്നെ ഒരു ലൂപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ ആ ഇൻപുട്ട് വരുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ സോഴ്സ് സ്റ്റേറ്റ് ക്യൂ വൺ ആണ്, വേറൊരെണ്ണത്തിൻ്റെ സോഴ്സ് സ്റ്റേറ്റ് ക്യൂ ടു ആണ്. അപ്പോൾ നമുക്ക് ക്യൂ ടു ഈസ് ഈക്വൽ ടു ക്യൂ വൺ ബി പ്ലസ് ക്യൂ ടു ബി എന്ന് എഴുതാം. ഇത് എഴുതാൻ കാരണം എന്താ, രണ്ട് ഇൻപുട്ട് ഉണ്ട്, രണ്ടും ബി തന്നെയാണ്. ഒരെണ്ണത്തിൻ്റെ സോഴ്സ് സ്റ്റേറ്റ് ക്യൂ വണ്ണിൽ നിന്നാണ് വരുന്നത്, മറ്റേത് ക്യൂ ടുവിൽ നിന്നാണ്. അപ്പോൾ രണ്ടെണ്ണം ഉള്ളവരുടെ പ്ലസ് ഇട്ടു. ഇനി ക്യൂ വൺ ബി മാത്രം എടുക്കുക. ആ ക്യൂ വൺ ബിയെ നമുക്ക് ആർഡൻസ് തിയറം അനുസരിച്ചിട്ട് ആർ ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി, റൈറ്റ് സൈഡിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കാം. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും സൊല്യൂഷൻ ആർ ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ എന്ന് എഴുതാം. ഇവിടെ പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പി ഡസ് നോട്ട് കണ്ടെയ്ൻ എപ്സിലോൺ.
ഓക്കെ, അപ്പോൾ Q1BA നമ്മൾ എടുക്കുകയാണ്. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം. എക്സാമ്പിളിൻ്റെ വർക്കൗട്ട് ചെയ്തിരുന്ന മാർജിനിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. Q1നെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇപ്പോൾ സ്റ്റേറ്റ് ഈക്വൽ ടു സോഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഇൻപുട്ട് അല്ലേ. അപ്പോൾ ഇവിടെ Q1 എടുത്തു കഴിഞ്ഞാൽ അതിൽ A എന്നൊരു ഇൻപുട്ട് വന്നിട്ടുണ്ട്. അത് Q1ൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത, Q1 ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റാണ്, ഇനീഷ്യൽ സ്റ്റേറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന അൽഗോരിതത്തിൽ വരച്ചിരിക്കുന്ന ആ ടേബിൾ നോക്കാം. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞു. Qj ഈക്വൽ ടു Aij Qi പ്ലസ് എപ്സിലോൺ ഇഫ് Qj ഈസ് എ സ്റ്റാർട്ട് സ്റ്റേറ്റ്. അപ്പോൾ Q1 ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് Q1ലേക്ക് വരുന്ന ഇൻപുട്ട് A ആണ്. സോഴ്സ് സ്റ്റേറ്റ് Q1 ആയതുകൊണ്ട് Q1A എന്ന് മാത്രം എഴുതിയാൽ പോരാ, അത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് പ്ലസ് എപ്സിലോൺ കൂടി എഴുതണം. അപ്പോൾ Q1A പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാം Q1ന് പകരം. ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം, നമുക്ക് ആവശ്യപ്പെട്ട മോഡലിലേക്ക് ആക്കാം. അതായത് R ഈക്വൽ ടു Q പ്ലസ് RP എന്ന ഫോമിലേക്ക് വേണമെങ്കിൽ ഇവിടെ Q1നെ കാണുമ്പോൾ അത് R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ അതൊരു റെഗുലർ എക്സ്പ്രഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ Q1 ഈക്വൽ ടു Q1A പ്ലസ് എപ്സിലോൺ എന്നുള്ളത് എപ്സിലോൺ പ്ലസ് Q1A എന്ന് എഴുതിയാൽ R ഈക്വൽ ടു Q പ്ലസ് RP ആ മോഡലാകും. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ Q1 ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് Q1A എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ സൊല്യൂഷൻ ആർഡൻസ് തിയറത്തിൽ പറയുന്നത് R ഈക്വൽ ടു QP സ്റ്റാർ ആണ്. അപ്പോൾ ഇവിടെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എപ്സിലോൺ ആണ്. അപ്പോൾ എപ്സിലോൺ A സ്റ്റാർ എന്ന് Q1ന് പകരം എഴുതാം, എപ്സിലോൺ A സ്റ്റാർ. ഇനി നമ്മൾ ആൻസറിലേക്ക് വരാം. Q2 ഈക്വൽ ടു Q1B പ്ലസ് Q2B എന്നാണ് നമ്മൾ ഇക്വേഷൻ 1 എഴുതിയിരിക്കുന്നത്. ആ ഇക്വേഷൻ 1ൽ ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് Q1ന് കിട്ടിയിരിക്കുന്ന എപ്സിലോൺ A സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് Q2 ഈക്വൽ ടു എപ്സിലോൺ A സ്റ്റാർ B പ്ലസ് Q2B എന്ന് കിട്ടും. ഈ എപ്സിലോൺ A സ്റ്റാർ എന്ന് എഴുതി കഴിഞ്ഞാൽ, എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എംപ്റ്റി സ്ട്രിങ്ങിനെ സൂചിപ്പിക്കുന്നു. A സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു എംപ്റ്റി വരുന്നു. അപ്പോൾ വേണമെങ്കിൽ എപ്സിലോൺ ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. A സ്റ്റാർ B പ്ലസ് Q2B എന്ന് എഴുതാം. A സ്റ്റാർ B പ്ലസ് Q2B. ഇവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് കാണുമ്പോൾ ഇവിടെ Q2 ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിൽ സെക്കൻഡ് ടൈമിൽ Q2 ഉണ്ട്. ഉടനെ തന്നെ നമ്മൾ ആർഡൻസ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്ന R ഈക്വൽ ടു Q പ്ലസ് RP മോഡൽ അല്ലേ ഇതെന്ന് ചിന്തിക്കണം. Q2 R ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ Q A സ്റ്റാർ B പ്ലസ് Q2B. ഇവിടെ ഞാൻ Q എന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് അല്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. അതൊരു എക്സ്പ്രഷനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. ഞാൻ അൽഗോരിതത്തിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന Q എഴുതിയിട്ടുണ്ട്, അതൊന്നും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. Q2 ഈക്വൽ ടു A സ്റ്റാർ B പ്ലസ് Q2B. ഇത് കണ്ടപ്പോൾ R ഈക്വൽ ടു Q പ്ലസ് RP നമ്മുടെ മനസ്സിൽ വരുന്ന ആർഡൻസ് തിയറം. അപ്പോൾ A സ്റ്റാർ B സ്റ്റാർ എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ R ഈക്വൽ ടു QP സ്റ്റാർ എന്ന് എഴുതാമെന്നാണ് ആർഡൻസ് തിയറത്തിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. അതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ടാവും, നമുക്കത് പഠിക്കാനില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ A സ്റ്റാർ B സ്റ്റാർ എന്ന് എഴുതാം. ഈ A സ്റ്റാർ B സ്റ്റാർ എന്ന് എഴുതുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. B സ്റ്റാർ എന്ന് എഴുതിയാൽ MT ഉൾപ്പെടെയുള്ള ബിയുടെ എല്ലാ കോമ്പിനേഷനുമാണ്. പക്ഷേ തൊട്ട് മുമ്പ് ഒരു B നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ Bയും B സ്റ്റാറും വരുമ്പോൾ B മുതലുള്ള എല്ലാ കോമ്പിനേഷൻസാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ MT അവിടെ ഇഫക്റ്റീവ് ആയിരിക്കില്ല, നേരത്തെ ഒരു B നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് B പ്ലസ് എന്ന് എഴുതിയെന്ന് വെച്ച് കുഴപ്പമില്ല. Q2 ഈക്വൽ ടു A സ്റ്റാർ B പ്ലസ്. ഇതാണ് നമ്മുടെ A സ്റ്റാർ B പ്ലസ് ആണ് നമ്മുടെ റിക്വയർഡ് റെഗുലർ എക്സ്പ്രഷൻ.